നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പെരുന്നാൾ വേനലവധി കഴിഞ്ഞതിന് പിന്നാലെ ഗൾഫ് പ്രവാസികൾ കേരളത്തിൽ നിന്ന് മടക്കയാത്രയ്ക്ക് ഒരുങ്ങുകയാണ്. എന്നാൽ ബുക്കിംഗ് തുടങ്ങിയതോടെ ടിക്കറ്റ് നിരക്കിൽ വീണ്ടും കുതിപ്പുണ്ടായിരിക്കുന്നു. ഈ മാസം 14 മുതൽ ടിക്കറ്റിന് പൊന്നും വിലയാണുള്ളത്. ഒരാൾക്ക് 1500 ദിർഹം, അതായത് 32,250 രൂപ വരെയാണ് നിരക്കുന്നത്. 20-ാം തീയതിക്ക് ശേഷം റേറ്റ് 2000 ദിർഹത്തിലെത്തുമെന്നാണ് സൂചന. 30-31 തീയതികളിൽ ടിക്കറ്റ് നിരക്ക് 2000 ദിർഹത്തിന് മുകളിലാണ് ഉള്ളത്. അതേസമയം സെപ്റ്റംബർ 30 വരെ ഈ വിലവർധന നിലനിൽക്കും. അവധി തുടങ്ങിയപ്പോൾ തന്നെ 1000-2000 ദിർഹം മുടക്കിയാണ് പലരും നാട്ടിലെത്തിയിരുന്നത്. എന്നാൽ നിരക്ക് കുറയും എന്ന പ്രതീക്ഷയിൽ പലരും മടക്ക ടിക്കറ്റിന് ബുക്ക് ചെയ്തിരുന്നില്ല. അതേസമയം കേരളത്തിലേക്കുള്ള യാത്രയ്ക്ക് ഇപ്പോൾ നിരക്ക് തീരെ കുറവാണ്. അവധിക്ക് നാട്ടിൽ പോകുന്നവരുടെ തിരക്ക് കുറഞ്ഞതോടെ ഇവിടെ നിന്ന് കേരളത്തിലേക്ക് 400 ദിർഹം, അതായത് 8600 രൂപ മുതൽ ടിക്കറ്റ് ലഭ്യമാണ്. കഴിഞ്ഞ മാസം ഇത് 2000 ദിർഹമായിരുന്നു. ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് 4 പേരടങ്ങുന്ന കുടുംബം അവധി കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ ടിക്കറ്റിന് മാത്രം ചിലവാകുന്നത് 8000 ദിർഹമാണ്, അതായത് ഏകദേശം 1.6 ലക്ഷം രൂപ. ടിക്കറ്റ് നിരക്കിൽ 45 തുടങ്ങി 50% വർധനയാണ് കാണുവാൻ സാധിക്കുന്നത്. എല്ലാ ഗൾഫ് രാജ്യങ്ങളിലേക്കും ടിക്കറ്റ് നിരക്കിൽ വർധന രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഓഗസ്റ്റ് അവസാന വാരം സ്കൂൾ തുറക്കുന്ന സാഹചര്യത്തിൽ മടങ്ങി വരുന്നത് നീട്ടിവെക്കാനും കഴിയില്ല. നിലവിൽ കേരളത്തിലേക്കുള്ള ടിക്കറ്റ് നിരക്ക് കുറവാണെങ്കിലും സെപ്റ്റംബർ ആദ്യവാരം കേരളത്തിലേക്കുള്ള ടിക്കറ്റ് നിരക്കിലും വർധന രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഓണത്തിന് നാട്ടിലേക്ക് പോകുന്നവരുടെ തിരക്കാണ് ഇതിന് കാരണം. അതേസമയം കൊച്ചി, കോഴിക്കോട്, ചെന്നൈ, ബംഗളൂരു, മുംബൈ, ഡൽഹി സെക്ടറുകളിലെ നിരക്ക് വർധന ഇതിനകം നിലവിൽ വന്നു കഴിഞ്ഞു. ടിക്കറ്റ് നിരക്ക് ക്രമാതീതമായി വർദ്ധിച്ചപ്പോൾ തന്നെ UAE-യിൽ നിന്ന് കേരളത്തിലേക്ക് ചാർട്ടേഡ് വിമാനങ്ങൾ പറത്തിയിരുന്നു. അത്തരം സംവിധാനം മടങ്ങിവരുന്ന പ്രവാസികൾക്കും ലഭിക്കുമെന്ന പ്രതീക്ഷയുമുണ്ട്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.